സീക്ക് ഔട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 വിജയിച്ചവർക്ക് കേരള ഫയർഫോഴ്സിൽ അവസരം. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കാറ്റഗറി നമ്പർ 551/2025 ആണ്. വകുപ്പ് വരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ഉദ്യോഗ പേര് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി. ഭിന്നശേഷിയുള്ളവർക്കും സ്ത്രീകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സാലറി വരുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ്. പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. നേരിട്ടുള്ള നിയമനമാണ്. 18 മുതൽ 26 വരെ വയസ്സ് പ്രായമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1999 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതിയിൽ നിന്നും മതപരിവർത്തനം ചെയ്യപ്പെട്ടവർക്കും പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും ജനറൽ റൂൾസിലെ റൂൾ 10C അനുസരിച്ചുള്ള നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് ഉണ്ടായിരിക്കും. വയസ്സിളവിനെ സംബന്ധിച്ച് മറ്റ് വ്യവസ്ഥകൾ ഈ തസ്തികയ്ക്ക് ബാധകമല്ല. യോഗ്യത പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഡിപ്ലോമയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ശാരീരിക യോഗ്യതകൾ. ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പറയുന്ന ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഉയരം പാദരക്ഷകൾ ഇല്ലാതെയാണ്. പൊതുവിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് 165 സെന്റിമീറ്റർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് 160 സെന്റിമീറ്റർ. തൂക്കം വരുന്നത് പൊതുവിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് 50 കിലോഗ്രാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 48 കിലോഗ്രാം. നെഞ്ചളവ് 81 സെന്റിമീറ്റർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 76 സെന്റിമീറ്റർ. നെഞ്ച് വികാസം വരുന്നത് പൊതുവിഭാഗത്തിന് 5 സെന്റിമീറ്റർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 5 സെന്റിമീറ്റർ. ഇനി നീന്തലിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. നീന്തലിലുള്ള പ്രാവീണ്യം തെളിയിക്കുന്നതിന് കമ്മീഷൻ താഴെ പറയുന്ന രീതിയിൽ പ്രായോഗിക പരീക്ഷ നടത്തുന്നതായിരിക്കും. 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ നീന്തി പൂർത്തിയാക്കണം. നീന്തൽക്കുളത്തിന്റെ ആഴം കൂടിയ ഭാഗത്ത് 2 മിനിറ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ മേൽ സൂചിപ്പിച്ച 2 ഇനങ്ങളും വിജയിച്ചാൽ മാത്രമേ നീന്തൽ പരീക്ഷയിൽ വിജയിച്ചതായിട്ട് കണക്കാക്കുള്ളൂ. കാഴ്ചശക്തി. കണ്ണട കൂടാതെ തന്നെ താഴെ പറയുന്ന രീതിയിൽ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. ദൂരക്കാഴ്ച. വലത് കണ്ണും ഇടതു കണ്ണാണ് പറയുന്നത്. വലത് കണ്ണിന് 6/6 നലൻ, ഇടത് കണ്ണിനും 6/6 നലനാണ്. സമീപ കാഴ്ച 0.5 സ്നെലൻ, ഇടത് കണ്ണിനും 0.5 സ്നെലൻ. ഫീൽഡ് ഓഫ് വിഷൻ പൂർണ്ണമായിരിക്കണം 2 കണ്ണിനും. ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്തത, കോങ്കണ്ണ് അല്ലെങ്കിൽ കണ്ണിൻ്റെയോ കൺപോളകളുടെയോ അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ്. കായികശേഷി, ആയാസകരമായ ജോലികൾ ചെയ്യുന്നതിനുള്ള പ്രാപ്തി, കാഴ്ചശക്തി എന്നിവ സംബന്ധിച്ച് സിവിൽ സർജന് താഴെയല്ലാത്ത റാങ്കിലുള്ള ഒരു മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കായികക്ഷമത നിർണ്ണയിക്കുന്നതിനായിട്ട് കമ്മീഷൻ കായികക്ഷമതാ പരീക്ഷ നടത്തുന്നതായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 ഇനങ്ങളിൽ യോഗ്യത നേടിയിരിക്കണം. ഇനങ്ങൾ 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ, പുട്ടിംഗ് ദി ഷോട്ട് 7264 ഗ്രാമാണ്, 609.60 സെന്റിമീറ്റർ, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെന്റിമീറ്റർ, റോം ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് 365.80 സെന്റിമീറ്റർ, പുള്ളപ്പ് അഥവാ ചിന്നിങ് 8 തവണ, 500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ്. കായികക്ഷമതാ പരീക്ഷയ്ക്ക് മുന്നോടിയായി ശാരീരിക അളവുകൾ എടുക്കുന്നതായിരിക്കും. നിശ്ചിത ശാരീരിക അളവുകൾ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ യാതൊരു കാരണവശാലും കായികക്ഷമതാ പരീക്ഷയ്ക്ക് പങ്കെടുപ്പിക്കുന്നതല്ല. കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനിടയിൽ അപകടം സംഭവിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയിൽ പങ്കെടുക്കുവാൻ വീണ്ടും അവസരം നൽകുന്നതായിരിക്കില്ല. കായികക്ഷമതാ പരീക്ഷയുടെ താൽക്കാലിക ഷെഡ്യൂൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. മുൻഗണനാ പ്രൊബേഷൻ ട്രെയിനിങ് ബോണ്ട് സംബന്ധിച്ച വിവരങ്ങൾ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതുതായി പ്രൊഫൈൽ ആരംഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത
വർഷത്തെ തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 14/1/2026 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.